അങ്ങനെ ഞങ്ങൾക്കും അവല് കിട്ടി അല്ലേച്ചാ, ഒരു കിഴി അവല് കിട്ടിയിരിക്കുന്നു. പാവപ്പെട്ടവന്റെ ദിവസമാണെന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ന് ഒരു സൗഹൃദത്തിന്റെ സുഹൃബന്ധത്തിന്റെ ഒരു എഴുതിച്ചേർക്കലാണ് കുചേല ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ചെന്ന് നോക്കാം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തില് ഇന്ന് കുചേല ദിനത്തോടനുബന്ധിച്ച് അവിൽ പ്രസാദ വിതരണം ഉണ്ട് ഇവിടെ. അപ്പൊ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മള്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിലെത്തും. അത് ഇന്ന് എന്താ വെച്ചാൽ ഈ കുചേല ദിനമായതുകൊണ്ട് തന്നെയാണ് അവിൽ പ്രസാദ വിതരണം ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അവിലെത്താറായിട്ടുണ്ട്. അപ്പൊ ഞാൻ അല്പസമയത്തിനുള്ളിൽ പ്രസാദം വിതരണം ചെയ്യും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഇപ്പൊ മണലൂർ ഗോപിനാഥ് സാറാണ്. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം. ഇന്ന് കുചേല ദിനമാണ്. അപ്പൊ പാവപ്പെട്ടവന്റെ ദിവസമാണെന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ന് ഒരു സൗഹൃദത്തിന്റെ സുഹൃബന്ധത്തിന്റെ ഒരു എഴുതിച്ചേർക്കലാണ് കുചേല ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് സുഹൃബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധമൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ പോകുന്നത്. പക്ഷെ അതിന്റെ ഓർമ്മ ദിനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുചേല ദിനം എല്ലാവരും ആചരിക്കുന്നത്. മാത്രമല്ല ഞാനും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് എന്റെ ജീവിതകഥ ഒട്ടൻ തുള്ളൽ തുടങ്ങിയ കഥ ഇന്ന് ഇവിടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സാറ് അതിന്റെ ബ്രോഷർ ഉദ്ഘാടനം ചെയ്തതിന്റെ സന്തോഷത്തിന്റെ നിറവിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഇതാ ഒരു കുചേലന്റെ നല്ലൊരു പൂർണ്ണകായ പ്രതിമയും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും കുചേല ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. സന്തോഷം. ഓക്കെ, ഇങ്ങനെ കൃത്യമായിട്ട് നിരത്തി വെക്കുന്നുണ്ട് മുകളില്. ഓരോരോ കിട്ടി കിട്ടുമ്പോൾ പഴമയുടെ അതേ രീതിയിൽ ലെവലില് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഗുരുവായൂർ ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് പോലെ ഗുരുവായൂരത്തെ ആൾക്കാർക്ക് മാത്രമല്ല, ഇവിടെ ഇതിലൂടെ എത്തുന്ന ആൾക്കാർക്ക് അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ ഇതുവഴി വരുന്നവർക്കൊക്കെ ഒരു പുതിയ അതിലെടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ചേച്ചി, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് എന്താണ് ഇങ്ങനെ ഇല്ല? എന്റെ ഭഗവാൻ ഓരോരുത്തർക്ക് വരിക, സ്വപ്നത്തിൽ വരിക, അവല്ല പറയുന്നത്. വാസുദേവിൽ അങ്ങനെയാണ്. ഞാൻ പബ്ലിസിറ്റി ചെയ്യില്ല. കിട്ടിയെന്നോലും ഫ്രണ്ട്സിനെ അറിയാം, മുംബൈയിലും അറിയാം. പക്ഷെ അല്ലാതെ പറയില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഭഗവാൻ അറിയിക്കണം എന്റെ കാര്യം. നിർബന്ധം. അപ്പൊ 4 വർഷമായിട്ട് ഇവിടെ വന്നിട്ട്. പക്ഷെ അത് എന്റെ പേരിൽ ആളുകള് എന്റെ അനുഗ്രഹം കിട്ടിയിട്ട് കുരുരമ ഗ്രൂപ്പ് വരെ തുടങ്ങി. അത് 4 വർഷമായി. അന്നേരം ബസ്സിലേക്ക് മനേർക്ക് ഒരു ദിവസം ഞാൻ പ്രസാദം കൊണ്ട് കൊടുത്തപ്പോ അവിടെ നമ്മുടെ ദേവിയിൽ അവിടുത്തെ ഗണപതി പ്രസാദം കൊടുത്തപ്പോ പുള്ളി അന്നേരം അന്ന് ഈ ഉണ്ണിയേട്ടൻ ഇവിടുത്തെ ബ്രാഞ്ചിന്റെ ഇതായിരുന്നു, മെയിൻ നോക്കുന്ന ആളായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ പോലെ. പുള്ളി പടിഞ്ഞാറയുടെ വാസ്തവില്ല. അന്ന് പുള്ളിക്ക് ഞാൻ ഇങ്ങനെ രാത്രി പ്രസാദം മേടിച്ചോണ്ട് നോക്കാൻ വേണം വെച്ചാൽ പുള്ളി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ കൈകൊണ്ട് ആദ്യം കാണിച്ചു വേണ്ടാന്ന്. അത് ഞാൻ ഏത് ബിൽഡിങ്ങിൽ നിന്ന് വരുന്നു, എന്റെ കയ്യിൽ എന്താ പിടിച്ചേക്കുന്ന ഒന്നും പുള്ളി അറിഞ്ഞില്ല. ഞാൻ പോകുന്ന എനിക്കൊന്ന് തൊഴു. അപ്പൊ ഞാൻ പിറ്റേന്ന് ദിവസം 3 ദിവസം അമ്പലത്തിനുള്ളില് ഭജനയിരുന്നു. അപ്പൊ പുള്ളി എനിക്ക് രാത്രി സ്വപ്നത്തിൽ വന്നു. പുള്ളി 40 വർഷം കൂടെ കുളിച്ചിരുന്ന ആളാണ്. എന്റെ അമ്മ പ്രസാദത്തിൽ മേടിച്ചു കഴിക്കാൻ എനിക്ക് കൊരിയരുമായിട്ട് ശേഷം എനിക്ക് ഇവിടെ അമ്മ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി വെച്ച് 3 കൊല്ലമായിട്ട് ഒരുപാട് പേര് വിളിച്ച് യൂട്യൂബ് ഇട്ടുണ്ടല്ലോ, ഒരുപാട് പേര് വന്ന് പിടിക്കും. ഞാനെടുത്തില്ല. പിന്നെ എന്നെ ആനക്കുട്ടിയിൽ നമസ്കരിക്കുന്നത് ലക്ഷക്കണക്കിന് പേര് കണ്ടു. 1 വർഷമായി, 3 വർഷം ആന നമസ്കരിക്കും. അവിടെ തടംപെടുക്കാൻ വരുന്ന ഒരു ആനയുണ്ടല്ലോ, വിജയേന്ദ്രന്നോ, 2 കാലം എടുത്ത് വെച്ച് ചെറുക്കിട്ട് 2 കാലം അതിന്റെ പേര് 2 കാലം ഫ്രണ്ടിന് എടുത്ത് വെച്ച് നടക്കുന്ന ആന വരും. നല്ല വണ്ണവും ഹൈറ്റും ഉണ്ട്. നമുക്ക് ചെന്ന് നോക്കാം. സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കുചേല മംഗളാലിന് സമീപം കുഴച്ചവിൽ കുചേല ദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകൾക്ക് പുറമെ സ്പോൺസർമാർക്ക് മറ്റും വിശക്കുന്ന വേറൊരു കുതിച്ചുകൊണ്ട് എന്ന ജീവകാരുണ്യ അന്നദാന സംഘടനയാണ്. മാത്രമല്ല ഗുരുവായൂരിൽ ഒരുപാട് സാമൂഹ്യ സേവന രംഗത്തും ബിസിനസ് വികസന രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും പ്രധാനപ്പെട്ട അന്നദാന പദ്ധതി നടപ്പിലാക്കി 10ാം വർഷം കഴിയും. ഇതിനിടയിലെല്ലാം കുചേലദിനത്തിലും കുഴച്ചവിൽ ഭക്തജനങ്ങൾക്ക് നൽകുന്ന ചടങ്ങാണ്. എല്ലാ വർഷവും നടത്താവുന്ന ചടങ്ങാണ്.
ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റായ ആരാധനായ പൊതുസമ്മതനായ ബഹുമാനപ്പെട്ട ടി വി മുഹമ്മദ് യാസിനാണ്. അദ്ദേഹത്തെ ഇന്ന് ഈ യോഗത്തിന് തുടക്കം കുറിക്കുന്നത് 2 കലാകാരന്മാരാണ്. ഈ വിജയദിനത്തിലെ കലയുമായി ബന്ധം നമുക്കൊക്കെ അറിയാം. എല്ലാ ചടങ്ങുകളും കലകളുമായി ബന്ധമാണ്. ആ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് 2 കലാകാരന്മാരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥ്, ഗുരുവായൂരിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ആദരണീയനായ അഷ്ടപതി ഗായകൻ ജ്യോതിദാസ് ഗുരുവായൂർ നൽകിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. മണലൂർ ഗോപിനാഥിൻ്റെ സ്നേഹത്തോടുകൂടി സ്വാഗതം. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ റേഞ്ചിലേക്കുള്ള കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത തുടക്കം, അതിൻ്റെ ഒരു പോർഷൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ജ്യോതിദാസ് ഗുരുവായൂർ അദ്ദേഹവും പഞ്ചരത്ന അഷ്ടപതി എന്നൊരു പുതിയ സംരംഭത്തിൽ ദുബായിൽ നിന്ന് വന്നിട്ടാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിദാസ് ഗുരുവായൂരിൻ്റെ ഇതിനൊക്കെ നട്ടലായി പ്രവർത്തിക്കുന്ന വസ്ത്രം വിളിച്ചിട്ടുണ്ട്. സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു. ശക്തമായ കൺവീനർ ബഹുമാനായ മുരളീധര കൈമള് സ്വാഗതം ചെയ്തു. അലയുണ്ടി ചേംബർ ഓഫ് കൊമേഴ്സ് ഭരണസമിതി അംഗമാണ്. വസ്ത്രദാനത്തിൻ്റെ കൺവീനർ ബഹുമാനായ കൃഷ്ണാട്ട ആശാൻകുട്ടിയായ മുരളി കടമ്പള്ളി സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ വിവാഹരേറ്റം രാജേഷ് മാറ്റി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. കുജേല ദിനത്തോടനുബന്ധിച്ച് വർഷങ്ങളായി ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിവരുന്ന അവിൽപ്പൊതി വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലൂടെ അതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ശ്രീ മണലൂർ ഗോപിനാഥ്, അതുപോലെ ശ്രീ ജ്യോതിദാസ്, മറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മെമ്പർമാരെ, നാട്ടുകാരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ വർഷങ്ങളായി കുജേല ദിനത്തിന് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിൽപ്പൊതി വിതരണം നടക്കുന്നുണ്ട്. പ്രാവശ്യം വളരെ കുറച്ചുകൂടെ നന്നായിട്ടാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ് കുറേ ആളുകൾ നമ്മുടെ സഹായത്തിനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചേർന്ന എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും ആശീർവാദം പറഞ്ഞു. 2 പേര് സംസാരിച്ചിട്ട് ചടങ്ങ് നടത്താം. അപ്പോൾ വളരെ എല്ലാവർക്കും നമസ്കാരം. പാവപ്പെട്ടവൻ്റെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മളൊക്കെ വളരെ സാധാരണക്കാരനാണ്. അപ്പോൾ ഇന്ന് കുജേലിൻ്റെ ഓർമ്മകൾ അങ്ങനെയാണ്. ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ സുഹൃബന്ധത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ഇന്ന് ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇത്തരം ചരിത്ര കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും കുജേലിനും തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം നമുക്കെല്ലാം അറിയാം. ഇന്ന് ആ കുജേലിനെ നമ്മളെല്ലാവരും മനസ്സിൽ ധ്യാനിക്കുന്ന ദിവസമാണ്. മാത്രമല്ല ഒരു പുതിയ കുജേലൻ്റെ ഒരു പ്രതിമ പോലും ഇവിടെ പൂർണ്ണകായ പ്രതിമ ഇടാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ താഴെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് മുതിർന്നത് ഒരു കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ പ്രത്യേകത അത് തന്നെയാണ്. നേരത്തെ അനിൽ സാർ പറഞ്ഞ മാതിരി ഒരു വളരെയധികം പ്രത്യേകതയും ഇന്നത്തെ ഈ കുജേല ദിനത്തിന് നമ്മൾ ഈ അവിൽപ്പൊതി തരുന്നതിന് വേണ്ടി ഞങ്ങളാരും അവിൽപ്പൊതി തരുന്ന കുജേലന്മാരെ നമ്മളെല്ലാവരും കുജേലന്മാരാണ്. നമ്മളെല്ലാവരും കുബേരന്മാരായി നല്ല രീതിയിൽ ഒരു വർഷം പൂർണ്ണമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ലൊരു സംരംഭം തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജ്യോതിദാസ് ഗുരുവായൂർ. ഇതേറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം ഗുരുവായൂർ കുജേല പ്രതിമ പെട്ടെന്ന് ഈ നവീകരണത്തോടനുബന്ധിച്ച് അപ്രത്യക്ഷമായപ്പോൾ അതവിടെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും പരാതികളും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗുരുവായൂർ ദേവസ്വം അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുദിനത്തിൽ തന്നെ ഇന്ന് കുജേല ദിനമാണ്. നമുക്കറിയാം അപ്പോസ്തലനായ ദരിദ്രനായ കുജേലൻ, ശരിക്ക് അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവെന്നാണ്. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി വാടകയിൽ അറിവുമായി പോകുന്നതാണ്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എന്തെങ്കിലും ഒന്ന് ഉപഹാരമായി നൽകണ്ടേ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ ഒരു കിഴി അതിന് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മ കിട്ടുന്ന ഒരു ദിനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു
ചടങ്ങുകളിൽ ഭാഗമാകുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ദിനത്തിന് ഈ പ്രതിമ സ്ഥാപിക്കാൻ താല്പര്യപ്പെടുത്ത ആത്മാർത്ഥതയോടെ കാര്യം നിർവഹിച്ച ദേവത്തിന് ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കാൻ സാധിക്കുകയാണ്. അത്രയും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു കർമ്മം നടക്കുന്നത് എനിക്കറിയാം. അടുത്ത വർഷം ഇതിലേക്കായിട്ട് ഞാനൊരു 50 കിലോ അവില് ഇതിലേക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കൂടി കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു. ഒറ്റ വാക്ക് നന്ദി പറഞ്ഞു. നമ്മളെല്ലാവരും ചാനലും അദ്ദേഹം ഭഗവാന്റെ അവതാരമായി വന്ന് അങ്ങനെ ഒരു കുബേരനായിട്ട് അദ്ദേഹത്തെ നമ്മൾ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് നമ്മൾ സ്നേഹത്തോട് ഞാൻ ഈ ഒരു ചെറിയ കുചാരൻ വലിയ അപ്പോ ഇവിടെ ഇപ്പൊ കാണുന്നത് അവില് വാങ്ങിക്കാനായി എല്ലാ ജനങ്ങളും വന്നിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തോടെ, ഭയങ്കര സന്തോഷം എല്ലാവർക്കും. നമുക്കും വാങ്ങിക്കാം. നമുക്ക് വാങ്ങിക്കാം. താങ്ക് യു. അങ്ങനെ ഞങ്ങൾക്കും അവല് കിട്ടി അല്ലേ ചാ? ഒരു കിഴി അവല് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്നത്തെ ദിവസം ഈ സമയത്ത് ഇവിടെ വരുന്ന കുചേല ദിനായതുകൊണ്ട് അവിൽപ്പൊതി വിതരണം. അതെ അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.